أعوذ بالله من الشيطان الرجيم ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. 265 ഈ വചനം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ വചനത്തിൻ്റെ ഒരു തദബ്ബുർ, വളരെ മനോഹരമാണ് ഈ വചനം. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മനസ്സുകളിൽ വിശ്വാസമുറപ്പിച്ചുകൊണ്ട് ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് കമസലി ജന്നത്തിൻ ബിറബുവഹ്, ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഉദ്യാനത്തോടാകുന്നു. അസാബഹ വാബിലുൻ, അതിനൊരു കനത്ത മഴ ലഭിച്ചു. ഫആതത് ഉകുലഹ ദിഅഫൈൻ, അപ്പോൾ അത് രണ്ടിരട്ടി നൽകി. ഫഇല്ലം യുസിബ്ഹ വാബിലുൻ ഫതൽ, ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിൽ അതും മതി. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. ഈ വചനം, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വചനത്തെ നമ്മളൊന്ന് തദബ്ബുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നാമതായി ഈ വചനത്തിലെ ഈമാനിക ലക്ഷ്യമാണ്. ഈമാനികമായ ലക്ഷ്യങ്ങൾ, അൽ മഖാസിദുൽ ഈമാനിയ എന്ന് പറയാൻ വേണമെങ്കിൽ അത് രണ്ടെണ്ണമാണ്. ഒന്നാമത്തേത്, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദാനം ചെയ്യുന്നതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ് എന്നാണ്. അൽ ഇഖ്ലാസു ഹുവ റൂഹുൽ ഇൻഫാഖ് എന്ന് പറയാം. അത് നമുക്ക് ബോധ്യമാകുന്നത് ഇബ്തിഗാഅ മർദാത്തില്ലാ എന്ന വാക്കിൽ നിന്നാണ്. ഇബ്തിഗാഅ മർദാത്തില്ലാ, അള്ളാഹുവിൻ്റെ റിദയാണ് അവർ കാക്ഷിക്കുന്നത്, അവർ തേടുന്നത്, അന്വേഷിക്കുന്നത്. അഥവാ അവർക്കൊരു ലക്ഷ്യമുള്ളൂ, ഒറ്റ ലക്ഷ്യമുള്ളൂ. അവർ സമ്പാദിച്ചുണ്ടാക്കിയ പണം ദാനം ചെയ്യുമ്പോൾ അവർക്കൊരേ ലക്ഷ്യമുള്ളൂ, അത് റിദല്ലാഹ്, അള്ളാഹുവിൻ്റെ റിദ മാത്രമാണ്. അവർക്ക് റിയാ ഇല്ല, സുംഅത്തില്ല, മുകാഫഅത്തില്ല, ജനങ്ങളിൽ നിന്നുള്ള ശുക്റുമില്ല, അഥവാ ലോകമാന്യത ഇല്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല ചെലവഴിച്ചത്. 2, ശ്രുതി കിട്ടാനല്ല, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സൽപ്പേരുണ്ടാകാൻ, പത്രത്തിൽ ഫോട്ടോ വരാൻ, അതിനുമല്ല. പിന്നെ മറ്റെന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒരു സമ്മാനം കിട്ടണം, ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള സമ്മാനം കിട്ടണം, അതല്ല. അതുപോലെ ജനങ്ങളിൽ നിന്നുള്ള ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ എന്തിനെതിരാകും? റിദല്ലാ എന്നതിനെതിരാകും. അതാണ് അൽ ഇഖ്ലാസു ഹുവ റൂഹുൽ ഇൻഫാഖ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം ഓർക്കേണ്ടത്, നമ്മുടെ ഹൃദയം എത്ര പരിശുദ്ധമാകുന്നുവോ അത്രയും നമ്മുടെ കർമ്മങ്ങൾക്ക് തുലാസിൽ ഖനം അധികമാകും. തുലാസിലുള്ള ഖനം നിർണ്ണയിക്കുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധി അനുസരിച്ചാണ് എന്നർത്ഥം. അതാണ് ഇതിലുള്ള ഒന്നാമത്തെ മഖ്സദുൻ ഈമാനി, ഈമാനികമായ ഉദ്ദേശം. രണ്ടാമത്തേത്,
തസ്ബീത്തുൻ നഫ്സ് അലൽ ഈമാൻ, അത് പറഞ്ഞല്ലോ. തസ്ബീത്തൻ മിൻ അംഫുസിഹിം എന്ന് പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് കിട്ടുന്ന ഈമാനികമായ ലക്ഷ്യം നമ്മുടെ മനസ്സ് ഈമാൻ കൊണ്ട് സ്ഥിരപ്പെടണം. അഥവാ ഇവിടെ തസ്ബീത്തൻ മിൻ അംഫുസിഹിം എന്ന് പറഞ്ഞു. എന്തിനാണ് അവർ ദാനം ചെയ്തത്? എന്തിനാ? ആരുടെയെങ്കിലും പട്ടിണി മാറ്റാനല്ല. അങ്ങനെയാണ് സാധാരണ ആളുകളൊക്കെ ധരിച്ചു വെച്ചത്. അല്ല, അവർ ദാനം ചെയ്തിട്ടുള്ളത് അവരുടെ യഖീൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അവർ ദാനം ചെയ്തിട്ടുള്ളത് താഅത്തിൽ അവർ അടിയുറച്ചു നിൽക്കുന്നു എന്ന അവരുടെ മനസ്സിൻ്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സൽക്കർമ്മങ്ങളിൽ അവരിതാ ഉറച്ചു നിൽക്കുന്നു. അതാണ് അവരാഗ്രഹിക്കുന്നത്. അവരുടെ യഖീൻ വർദ്ധിക്കാനാണ്. അതാണ് തസ്ബീത്തൻ മിൻ അൻഫുസിഹിം. അതോടൊപ്പം എല്ലാവർക്കും അറിയാം, ദാനം ചെലവഴിക്കുക, ദാനം നൽകുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കർമ്മമാണ്. അതല്ലാതെ ദാനം നൽകിയതുകൊണ്ട് എൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുന്നു, എൻ്റെ സമ്പത്ത് പോയി, ഒരിക്കലുമല്ല. അല്ല, അവൻ്റെ ഉള്ളിൽ ദാനം നൽകുമ്പോൾ ഒരു 10 രൂപ അവൻ്റെ കീശയിൽ നിന്നൊരു ഫക്കീറിൻ്റെ അടുത്തെത്തുമ്പോൾ അവന് അനുഭവപ്പെടുന്നത് അവൻ്റെ ഈമാനിൻ്റെ വർധനവാണ്. മനസ്സിലായില്ലേ? അതോടൊപ്പം ദാനം എന്നത് ഹൃദയത്തിന് സ്ഥൈര്യം നൽകും, ശക്തി നൽകും, മനസ്സിനെ നന്മയിൽ ജീവിക്കാൻ, ഇഹ്സാനിൽ ജീവിക്കാൻ അത് പ്രേരിപ്പിക്കും. ഇഹ്സാനിലേക്ക് അതിങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത്ഭുതകരമായ ഖുർആനിൻ്റെ ഉപമയാണ്. ഖുർആനിൻ്റെ അത്ഭുതകരമായ ഉപമ ജന്നത്തിൻ ബി റബുവത്തിൻ എന്നാണല്ലോ പറഞ്ഞത്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തോട്ടമാണ്. പിന്നെ അത് റബുവത്തിൻ എന്ന് പറഞ്ഞാലോ ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലത്തുള്ള ഒരു തോട്ടം. എന്താണ് ഇവിടെ ഈ ഉദാഹരണത്തിലുള്ളത്? ഉയരത്തിലുള്ള ഒരു തോട്ടം, അതിലുള്ള വായു വളരെ പരിശുദ്ധമായിരിക്കും, അതിൽ സൂര്യപ്രകാശം ധാരാളം കിട്ടും, അതിൽ കാറ്റ് കിട്ടും. ഇതൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായി അവിടെയുള്ള ഉൽപ്പന്നം, വിളവ് വർദ്ധിക്കും. അതാണ്. അഥവാ ഇഖ്ലാസ് അമലിനെ ഉയർത്തും, അതിൻ്റെ പ്രതിഫലം ഉയർത്തും എന്നർത്ഥം. രണ്ടാമത്തേത് ഈ ഉദാഹരണത്തിലുള്ളത് അസാബഹ വാബിലുൻ എന്നാണ്. വാബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെരുമഴയാണ്, കനത്ത മഴയാണ്. സ്വാഭാവികമായി മഴ പെയ്താൽ പലതരത്തിലുള്ള ഫലഭൂയിഷ്ഠതകളും ഭൂമിയിലേക്ക് വരും. അങ്ങനെ ആ തോട്ടത്തിന് ഇരട്ടി വിള കിട്ടും. ഇവിടെ നോക്കൂ, ഖുർആൻ ഇഖ്ലാസിനെ ഉപമിച്ചിട്ടുള്ളത് മനോഹരമായ ഒരു ഉപമയിലാണ്. അതാണ് പ്രത്യേകിച്ചും താൻ ചെയ്ത പ്രവർത്തനത്തിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് അയാൾക്ക്, ഇരട്ടി 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 കിട്ടുമെന്നുള്ള. മൂന്നാമത്തേത് ഫഇല്ലം യുസ്ബിഹ വാബിലുൻ ഫതല്ലുൻ എന്നാണ്. ഇനിയൊരു കനത്ത മഴ കിട്ടിയില്ലെങ്കിൽ ചാറൽ മഴയാണെങ്കിലും അത് മതിയാകും. തല്ല് എന്ന് പറഞ്ഞാൽ അതാണ്, മത്തറുൻ ഖഫീഫ്. നമ്മൾ പറഞ്ഞല്ലോ, ഏത് മഞ്ഞ് പോലെയുള്ള മഴ, അതാണ്. അഥവാ ചെറിയ മഴ. മനസ്സിലായില്ലേ? അപ്പോൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അതാണ് ഇതിലെ വിഷയം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രതിഫലം കുറഞ്ഞു പോകില്ല. അമൽ എത്ര ചെറുതാണെങ്കിലും നിയ്യത്ത് വലുതാണെങ്കിൽ അജ്ർ കബീറായിരിക്കും. അതാണ് അമലുൻ സഗീർ മഅ നിയ്യത്തിൻ അളീമ അജ്റുൻ കബീർ. ചെറിയ പ്രവർത്തനം ചെയ്തത്, കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ സദഖ, പക്ഷേ ഭയങ്കര നിയ്യത്തായിരുന്നു. അതോടുകൂടി അതിൻ്റെ അജ്ർ വർദ്ധിക്കും എന്നതാണ്. മൂന്നാമതായി ഇതിൽ നിന്നുള്ള പാഠം, അത് തർബിയത്തിൻ്റെ പാഠമാണ്. തർബിയത്തിൻ്റെ പാഠമാണ്. ഒന്നാമത്തെ പാഠം, തർബിയത്തിൻ്റെ പാഠമായി നമുക്ക് മനസ്സിലാകുന്നത്, ഇഹ്സാൻ എന്നത് ഒരു വല്ലാത്ത മനോഹരമായ അനുഭവമാണ്. ചെറിയ മഴയാണെങ്കിലും പെരും മഴയാണെങ്കിലും ആ തോട്ടം
ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് മുഖ്ലിസായ ഒരു ചിലവഴിക്കുന്നവൻ. അവന് സമ്പത്ത് കുറവാണെങ്കിലും സമ്പത്ത് കൂടുതലാണെങ്കിലും അള്ളാഹു ബർക്കത്ത് നൽകും. വളരെ ചെറിയ തല്ലാണ്, ചെറിയ സമ്പത്തുള്ള ആളാണ്, നേരിയ മഴയാണ്, ചെറിയ സമ്പത്താണെങ്കിൽ പോലും അള്ളാഹു അവന് ബർക്കത്ത് നൽകും എന്നതാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പാഠം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റിയേക്കാൾ പ്രധാനം. ജൗദത്തുൽ അമൽ അഹമ്മു മിൻ കസ്റതിഹി. കാരണം സഹോദരന്മാരെ, അള്ളാഹു നോക്കുക നമ്മൾ ദാനം ചെയ്യുന്ന സമ്പത്തിൻ്റെ ക്വാണ്ടിറ്റിയിലേക്കല്ല. അള്ളാഹുവിൻ്റെ നോട്ടം എന്തിലേക്കാണ്? 1 നിയ്യത്തിലേക്കാണ്, 2 ഇഖ്ലാസിലേക്കാണ്, 3 സബാത്തിലേക്കാണ്, മനസ്സിന് ഉറപ്പുണ്ടാവാൻ, 4 ചെലവഴിച്ചതിന് ശേഷമുള്ള അവൻ്റെ ആ സ്വഭാവം, വിനയം. നേരത്തെ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എടുത്തു പറയാൻ പാടില്ല, മഞ്ഞ് പാടില്ല, അതാ പാടില്ല എന്നൊക്കെ. മൂന്നാമത്തെ ഈമാനികമായ തർബിയത്തിൻ്റെ പാഠം എന്ന് പറയുന്നത്, ഈ ദാനം എന്നത് മനുഷ്യൻ്റെ മനസ്സിനെ വളർത്തും. ഞാൻ നേരത്തെ പറഞ്ഞു, ദാനം എന്നത് ഒരിക്കലും ഒരു ദരിദ്രനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമല്ല, മറിച്ച് ദാനം നൽകുന്നവൻ വളരുകയാണ്. എന്തൊക്കെയാണ് അവനിലുള്ള വളർച്ച? അവൻ്റെ ഹൃദയത്തിന് ശക്തി കിട്ടും, അവന് യഖീന് കിട്ടും, ആഖിറത്തിനോടുള്ള സ്നേഹം അവന് വർദ്ധിക്കും, പിശുക്കിൽ നിന്ന് അവൻ മോചിതനാകും. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ഖുവ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് നല്ല ശക്തി കിട്ടും. 2 യഖീൻ കിട്ടും, നല്ല ഉറപ്പ് കിട്ടും, ചിലവ് എൻ്റേത് കൊടുത്താൽ കുറഞ്ഞൂല. 3-ാമത്തേത് ആഖിറത്തിനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിനോടുള്ള സ്നേഹം നഫ്സിൽ നിന്ന്, മാലിനോടുള്ള സ്നേഹം നഫ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ റൂഹിനോടാണ് സ്നേഹം ഉണ്ടാവുക. അവസാനത്തേത് ഈ പിശുക്കിൽ നിന്ന് മനുഷ്യൻ മോചിതനാകും എന്നതാണ്. 4-മതായി ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി കഴിഞ്ഞ ആയത്തുകളുമായുള്ള ഈ വചനത്തിൻ്റെ ബന്ധമാണ്. 264-ാമത്തെ ആയത്തിൽ റിയാഇന് വേണ്ടി ചെലവഴിച്ച ഒരാളുടെ ഉദാഹരണം പറഞ്ഞു. അത് തകർന്ന് തരിപ്പണമായി പോകും. ഏതുപോലെ എന്ന് വെച്ചാൽ മിനുസമുള്ള പാറപ്പുറത്തുള്ള മണ്ണ് പോലെയാണ്. അത് ഒരു മഴ പെയ്താൽ ഒഴുകി അങ്ങോട്ട് പോകും. പിന്നെ 265-ാമത്തെ വചനത്തിൽ പറയുന്നതോ ഇഖ്ലാസുള്ള അമലിനെക്കുറിച്ച്, റിയാ ഇല്ലാത്ത ഇഖ്ലാസുള്ള അമൽ. അത് ഏത് സന്ദർഭത്തിലും ധാരാളമായി കായ്കനികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് എന്ന്. അപ്പോൾ ഇവിടെ ഖുർആൻ 2 ഉപമകൾ അല്ലെങ്കിൽ 2 മോഡലുകൾ പറയുന്നുണ്ട്. ഒന്ന്, റിയാ ഉണ്ടായിട്ട് ചിലവാക്കുന്ന ആൾ, പ്രസിദ്ധിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ആളുകൾക്ക് ഒക്കെ ചിലവഴിക്കുന്ന ആൾ, അത് ഒരു പാറപ്പുറം പോലെയാണ്, അതിന് മണ്ണ് പെട്ടെന്ന് ഒലിച്ചു പോകും. 2-മത്തേത് ഇഖ്ലാസോട് കൂടി ചിലവഴിക്കുന്ന ആൾ, അതൊരു ഉയർന്നു നിൽക്കുന്ന തോട്ടമാണ്, അത് എല്ലാ കാലത്തും നല്ല കായ ഉണ്ടാവും അതിൽ. അപ്പോൾ മുഅ്മിനായൊരു മനുഷ്യൻ ഏത് മാർഗം തിരഞ്ഞെടുക്കണം എന്നതാണ് ഇവിടെ അള്ളാഹു വിശദീകരിച്ച് തരുന്നത്. 5-മത്തെ കാര്യം, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, നമുക്കിതിൽ നിന്നുള്ള പാഠം. അതിൽ 1-മത്തെ പാഠം, ഇഖ്ലാസ് നമ്മുടെ അമലുകൾക്ക് ഉയർച്ച നൽകും. ഏതുപോലെ ഉയരത്തിലുള്ള ഒരു തോട്ടം കായ്ക്കനികൾ നൽകുന്നത് പോലെ. 2-മത്തെ കാര്യം, സത്യസന്ധമായ നിയ്യത്ത് എന്ന് പറയുന്നത് ഒരു കനത്ത മഴയേക്കാൾ നമുക്ക് നന്മകൾ വർഷിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതാണ്. 3-മത്തെ പാഠം, നല്ല നിയ്യത്തോടു കൂടി കുറച്ച് അമൽ ചെയ്താൽ പോലും നിയ്യത്തില്ലാത്ത ഒരുപാട് അമലുകളേക്കാൾ അതാണ് നല്ലത്. മനസ്സിലാക്കണ്ടോക്കെ. 4-മത്തെ പാഠം, സത്യസന്ധമായ ദാനം എന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനിക്കും. സമൂഹത്തിൽ സ്വാധീനിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സ്വാധീനിക്കും. സമൂഹത്തിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം പാവങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ അതിനെന്തുണ്ടാകും? സ്വാധീനമുണ്ടാകും. 5-മത്തെ കാര്യം, ദാനം നൽകുന്ന ധനം
അതിൻ്റെ ധനത്തെക്കുറിച്ച് അത് എത്രയാണ് എന്നതിനേക്കാൾ നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ദാനം ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെയാണ്. അതാണ് പ്രധാനം. ചുരുക്കത്തിൽ ഈ വചനം ഒരു വലിയ പാഠശാലയാണ്. ഈ വചനം ഒരു വലിയ പാഠശാലയാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഇഖ്ലാസ് പഠിച്ചു, മനസ്സിൻ്റെ സംസ്കരണം പഠിച്ചു, യഖീനിൻ്റെ പവർ പഠിച്ചു, അമലിൻ്റെ ബർക്കത്ത് പഠിച്ചു, ആഖിറത്തിൽ നമുക്കുണ്ടാകുന്ന ഗുണം പഠിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഇഖ്ലാസുള്ള ഒരു അമൽ അത് വളരും, അത് പുഷ്പിക്കും, അത് കായ്ക്കും. ജനങ്ങളുടെ കണ്ണിൽ അത് ചെറുതാണെങ്കിൽ പോലും. അള്ളാഹു ഈ വിധം പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.